പ്രൈസ് ലോർഡ് നാഥമാത്തുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 32-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ, ദാവീദ് ഹല്ലേലൂയ തന്റെ ജീവിതത്തിലുണ്ട ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത്. സ്തോത്രം. ജീവിതത്തിൽ പാവം വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് മറച്ചു വെക്കാതെ ഹല്ലേലൂയ സ്തോത്രം അത് ദൈവത്തോട് പറയുവാൻ ദാവീദിന് കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ താഴ്ചകളും വീഴ്ചകളും ഹല്ലേലൂയ അബദ്ധ പാപങ്ങളും ഹല്ലേലൂയ സ്തോത്രം മനഃപൂർവ്വമായി നാം പിന്തുടരുന്ന ചില പാപങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതിനെല്ലാം ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കുവാനിടയായി തീരും. സ്തോത്രം. സങ്കീർത്തനം 32-ന്റെ 5-ാം വാക്യത്തിൽ പറയാ, ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചതുമില്ല. സ്തോത്രം. യഹോവയോട് ഞാൻ അത് ഏറ്റു പറയുമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാവങ്ങളെ ക്ഷമിച്ചു തന്നു. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ സ്തോത്രം, ഞാൻ എൻ്റെ അകൃത്യം നിന്നോട് മറച്ചു വെക്കുകയില്ല, എൻ്റെ പാവം ഞാൻ ദൈവത്തോട് അറിയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം എൻ്റെ ദൈവം അത് ക്ഷമിച്ചു എന്ന് അപ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ദൈവത്തോട് അറിയിക്കുമ്പോൾ മനഃപൂർവ്വമായി, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി, എൻ്റെ വീഴ്ച ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയി, താഴ്ചകൾ വന്നുപോയെന്ന് ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം ലംഘനം ക്ഷമിക്കും, പാവം മറച്ചു തരും. അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം 7-ാം വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ഹല്ലേലൂയ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. അന്നേരം പാവം ക്ഷമിച്ചു കിട്ടുന്ന മനുഷ്യന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അവന് മറവിടമാകുന്നു. പിന്നെ എന്തോ പറ്റുന്നേ? ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അവന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വലിയ കരുതല്, ഹല്ലേലൂയ ഉല്ലാസഘോഷം. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയനെ ചുറ്റിക്കൊള്ളും. എപ്പോഴും ആ സന്തോഷം ചുറ്റിക്കൊണ്ടിരിക്കും. കഷ്ടതയുടെ മധ്യത്തിലും പ്രയാസത്തിന്റെ മധ്യത്തിലും എപ്പോഴും രക്ഷയുടെ സന്തോഷം രക്ഷിക്കപ്പെട്ട ഒരു ദൈവഭയത്തിന്റെ മേലുണ്ട്. സ്തോത്രം. 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു വരും. ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തോട് കുറവുകൾ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പാവക്ഷമ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് കർത്താവ് ഉപദേശിച്ചു തരും. നടക്കേണ്ടെന്ന വഴി അതെന്ന് കാണിച്ചു തരും. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് ദൈവം ഹല്ലേലൂയ ആലോചന പറഞ്ഞു തരുമ്പോൾ, നടക്കേണ്ട വഴി അതെന്ന് കാണിച്ചു തരുമ്പോൾ ദൈവമക്കളുടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം. അതുകൊണ്ട് ഗിൽറ്റില് പാപബോധത്തിൽ ജീവിക്കാതെ, പാപത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ സ്തോത്രം നിരാശയിൽ ജീവിക്കാതെ എല്ലാം ദൈവത്തോട് ഏറ്റുപറ. കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ശക്തനാണ്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഞാൻ പാപിയായ ഒരു വ്യക്തിയാകുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ ഇടയായി തീരും. അതിനായി ദൈവം സഹായിക്കട്ടെ. ആമേൻ.